ഈ യേശുദാസിന്റെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത് എന്തായാലും യേശുദാസിന്റെ പാട്ട് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഈ യേശുദാസിന്റെ പാട്ടുകളിൽ ആര്യക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ പാട്ട് ഏതാണ്? സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ എന്ന് പറഞ്ഞ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ദക്ഷിണാമൂർത്തി സ്വാമികളാണ് ചെയ്തത്. അതിന്റെ ആ ഒരു ട്രാൻസിഷൻ വരുന്നുണ്ട്. അതിന്റെ വരികളും ഭയങ്കര രസമുള്ളതാണ്. അത് പാടാം. രണ്ട് വരി. ദൈവങ്ങളില്ല, മനുഷ്യരില്ല, പിന്നെ ജീവിത ചൈതന്യമില്ല, സൗന്ദര്യ സങ്കൽപ്പ ശില്പങ്ങളില്ല, സൗഗന്ധിക പൂക്കൾ ഇല്ല, സ്വപ്നങ്ങൾ ഇന്ദ്രനീലം കൊണ്ടു മാനത്തു തീർത്തൊരു ഗന്ധർവ രാജാങ്കണത്തിൽ, ഇന്ദ്രനീലം കൊണ്ടു മാനത്തു തീർത്തൊരു ഗന്ധർവ രാജാങ്കണത്തിൽ, ചന്ദ്രിക പൊൻതാഴികക്കൂടം ചാർത്തുന്ന ഗന്ധർവരാജാങ്കണത്തിൽ, അപ്സര കന്യകൾ പെറ്റു വളർത്തുന്ന ചിത്രശലഭങ്ങൾ നിങ്ങൾ, സ്വർഗത്തിൽ നിന്നും വിരുന്നു വരാറുള്ള ചിത്രശലഭങ്ങൾ നിങ്ങൾ, സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം, സ്വപ്നങ്ങൾ. മനോഹരം ട്രാൻസിഷൻസ് അല്ലേ നമ്മളെ അത്ഭുതപ്പെടുക. ഒരു പക്ഷെ മലയാളത്തിൽ ഇത്രയും അധികം ചലഞ്ചിങ് ട്രാൻസിഷൻ ഉള്ള പാട്ട് ഉണ്ടായിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? കുറവാണ്. ആ ആരോഹണ അവരോഹണമൊക്കെ ഇങ്ങനെ വന്നിട്ടേ ദക്ഷിണാമൂർത്തിയുടെ ഒരു ശൈലി അതാണല്ലോ. ഇപ്പം നാദബ്രഹ്മത്തിനുള്ള പാട്ട് വരുമ്പോഴത്തേക്ക് എത്ര 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 രീതികളിൽ പോകുന്നുണ്ട് അതിന്റെ ട്രാൻസിഷൻ എന്നൊക്കെ ഈ പറയുന്നത്. ആര്യ ഈ സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എന്താണാവും ആര്യയുടെ ഒരു സ്വപ്നമുണ്ടല്ലോ സ്വാഭാവികമായി. പാട്ട് ഞാനായിട്ട് അങ്ങനെ തിരഞ്ഞെടുത്തതല്ല, പക്ഷെ അതിലോട്ട് അങ്ങനെ എത്തിയതാണ്. അപ്പം ഇപ്പം ഫുൾ കോൺസെൻട്രേഷൻ മ്യൂസിക്കിലോട്ടേക്ക് തന്നെയാണ്. ഈ ആദ്യത്തെ ഈ പീഠപുഷ്പങ്ങൾ പാടുന്ന ഒരു സമയത്ത് വേറൊരു സ്വപ്നമായിരിക്കുമല്ലോ. ഇങ്ങനെ പരീക്ഷയൊക്കെ പഠിച്ച് കണക്കൊക്കെ പഠിച്ച് പോന്നു, MSc ഒക്കെ ചെയ്ത് അങ്ങനെയായിരുന്നു. MSc ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ചെയ്ത് എല്ലാം അങ്ങനെ പോകാം എന്ന് കരുതിയതാണ്. പെട്ടെന്നാണ് ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് വരുന്നത്. അതെ, ആ പാട്ട് വരുന്നു, അപ്പോഴാണ് ആളുകൾ ശ്രദ്ധിക്കുന്നു, സ്വയം ശ്രദ്ധിച്ചു തുടങ്ങി. ഇതൊരു സാധ്യതയാണ് എന്ന് വർഷങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ പോകുന്നുണ്ടായിരുന്നു. പാട്ട് ഒരിക്കലും മാറ്റി നിർത്തി യുവജനോത്സവ വേദികളിൽ വളരെ സജീവമായിരുന്നു. ചെറുപ്പത്തിലെ കർണാട്ടിക് പഠിക്കണ്ടല്ലേ? ചെറുപ്പത്തിലേ ഉണ്ട്. എനിക്ക് ഓർമ്മ വയ്ക്കുന്ന സമയം തൊട്ട് കർണാട്ടിക് പഠിക്കും. പാടും? വീട്ടിലാരും പാടില്ല.